ഗൈസ് ആന ഇറങ്ങുന്ന രാത്രി ആനക്കാട്ടിലൂടെ ക്രിസ്മസ് കരോളിന് പോവാണ്. അപ്പൊ വീഡിയോ ഫുൾ കണ്ടോ. കരോളിന് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥിരം വരുന്ന മെസ്സേജ് വന്നു, കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന്. ഇന്ന് മുണ്ടൂരോ ഞാറക്കോടുള്ള ഞങ്ങളുടെ ഗ്രാമത്തിലാണ് കരോൾ. വനയോര മേഖല ആയതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുമ്പോൾ തന്നെ ചുറ്റും ടോർച്ച് അടിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. മാത്രമല്ല പോകുന്ന വഴി ഇതുപോലെ ഡ്രം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആനകൾ വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ കരോൾ നടത്താറ്. അങ്ങനെ ഓരോ വഴിയും ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ എത്തിയിരിക്കുന്നത് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയ കുമാരേട്ടന്റെ വീടിന്റെ അവിടെയാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഇപ്രാവശ്യം പാട്ട് പാടുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്തുള്ള വീടുകളിലൊക്കെ നടന്ന് പാട്ട് പാടി. പോകുന്ന വഴിക്ക് ഇതേ വലിയൊരു പാമ്പിന്റെ പടമൊക്കെ കാണാൻ പറ്റി. പോകുന്ന ഓരോ പ്രദേശത്തും ആനയുടെ ആക്രമണം കാരണം പരിക്ക് പറ്റിയതും മരണം സംഭവിച്ചതുമായ ആൾക്കാരുടെ വീടുകളുണ്ട്. അതൊക്കെ പറഞ്ഞ് കരോളിന്റെ മൂഡ് കളയണ്ടല്ലോ. പോകുന്ന ഓരോ വീട്ടിലും വെറൈറ്റി ആയിട്ടുള്ള പുൽക്കൂടുകളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസിന് ഇതൊക്കെ കാണാൻ തന്നെ വല്ലാത്തൊരു വൈബാണ്. കരോള് കാണാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ക്രിസ്മസ് അപ്പൂപ്പനെ വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഈ ചെറിയ സാന്റാക്ലോസിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ കരോളിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഇതുപോലെ കേക്കും ജിലേബിയും ഇതുപോലെ വയറ് നിറച്ച് കഴിക്കാൻ ബിരിയാണിയും മൊത്തത്തിൽ അടിപൊളിയാണ്. പാതിരാത്രി വിറയ്ക്കുന്ന തണുപ്പത്ത് ഓരോ വഴിയും ആനയുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കി നേരം വെളുക്കുന്നോളം വരെ കരോളിന് പോകുന്ന ഒരു ക്രിസ്മസ് കാലം ചെറുപ്പം മുതലേ ശീലമായതുകൊണ്ട് തന്നെ രാത്രി ഇങ്ങനെ പോകാൻ പേടിയില്ലേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ഒരു രസമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ കരോൾ നിർത്താന്ന് തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലെത്തി പുലർച്ചെ വാട്സപ്പിൽ മെസ്സേജ് നോക്കുമ്പോഴാണ് നമ്മൾ കരോളിന് ആദ്യം കയറിയ വീട്ടിലെ ചേട്ടൻ പുലിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിരിക്കുക. കല്ലമ്പറ്റ ഭാഗത്ത് പുലിയുണ്ട്, വെട്ടാൻ പോണവർ ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ വണ്ടിയുടെ മുമ്പിനെ കാട്ടിക്ക് ഓടി കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസുകൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്തോണ്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. അപ്പൊ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.